നമസ്കാരം. നന്ദഗോവിന്ദം ഭജൻസ് അവരുടെ കീർത്തിയും അനുദിനം വർദ്ധിക്കുകയാണ്. അവരെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അനുദിനം വർദ്ധിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ, കാരണം അവരുടെയൊക്കെ പ്രവൃത്തിയുടെ ഗുണം കാരണം മാപ്ര എന്നുള്ള പേര് കേരളത്തിലും രാജ്യാന്തര തലത്തിൽ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന കൂടുതൽ യോജിക്കുന്ന എന്നാൽ അത്ര സഭ്യമല്ലാത്ത ഒരു വ്യംഗ്യ നാമവും നേടിയ സമർത്ഥന്മാരാണ്. അവരിൽ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ പ്രസ്റ്റിറ്റ്യൂട്ടുകളും മാപ്രകളും കേരളത്തിലാണെന്ന് പറയേണ്ടി വരും. അത്തരത്തിലൊരു മാപ്ര ഒരു പൊതുവേദിയിൽ ഈ കോൺക്ലേവുകളും ചർച്ചകളും സംവാദങ്ങളുമാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് തന്നെ പറയാവുന്ന ഇപ്പോഴത്തെ ഒരു രീതി. അതിൽ കാലുമൊക്കെ കയറ്റിയിരുന്നത് ഞാൻ ബുദ്ധിജീവിയാണ്, എന്ത് ചെയ്യുക, ഞാനൊരു ബുദ്ധിജീവിയായിപ്പോയി, നിങ്ങൾ സാധാരണക്കാരോട് ഞാൻ സംസാരിക്കുന്നത് തന്നെ നിങ്ങളുടെയൊക്കെ ഭാഗ്യമെന്നുള്ള നിലയിലിരുന്ന് ഈ ഭജനകളൊക്കെ നല്ലതാണ്, പക്ഷേ ഈ ഭക്തി ഒരു വികാരമായി വളർന്നു വരുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ള രീതിയിൽ വളരെ ആധികാരികമായിട്ട് ഞാനിതിനെക്കുറിച്ച് ദീർഘകാല പഠനം നടത്തി ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ പോവുകയാണ്, കേട്ടോളൂ എന്നുള്ള രീതിയിൽ. ഞാൻ പറയുന്നത് നിങ്ങളങ്ങ് വിശ്വസിച്ചോണം, കാരണം ഞാൻ മാപ്രയാണല്ലോ, ഞാൻ പ്രമുഖ മാപ്രയാണ് എന്നുള്ള തരത്തിൽ നന്ദഗോവിന്ദം ഭജൻസിനെ ഒളിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, തെളിഞ്ഞു തന്നെ ആക്രമിക്കുന്ന ഒരു വീഡിയോ കാണുവാനിടയായി. അപ്പോൾ അത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മാപ്രകളുടെ ഒരു പ്രശ്നം, എന്തുകൊണ്ടവർ നന്ദഗോവിന്ദം ഭജൻസിനെ എതിർക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മാപ്രകളുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചാണ്. ആലോചിച്ച് നോക്കൂ, നന്ദഗോവിന്ദം ഭജൻസിനെ അവർക്ക് എതിർക്കുന്നു, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരാൾക്കിപ്പോൾ എനിക്ക് നന്ദഗോവിന്ദം ഭജൻസ് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ ഈ നന്ദഗോവിന്ദം ഭജൻസിനെ എതിർക്കുന്ന എനിക്കിഷ്ടമുള്ള സംഗീത ശാഖ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ്റെ തെറിപ്പാട്ടാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം തുടങ്ങുന്നത്. കാരണം വേടൻ്റെ തെറിപ്പാട്ട് ബുദ്ധിജീവികൾ, ഇപ്പോഴത്തെ പുരോഗമന കലാസാഹിത്യ സമിതിക്കാരും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളും ഇസ്ലാമിസ്റ്റുകളും ഒരുപോലെ സമൂഹത്തിന് വളരെ വേണ്ടപ്പെട്ട, സമൂഹത്തിന് അവശ്യം വേണ്ട ഒരു സാഹിത്യശാഖയാണ് അല്ലെങ്കിൽ കലാശാഖയാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി സമൂഹത്തിന് വളരെ അപകടകരമായിട്ടുള്ള, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഇത്രയും എളുപ്പത്തിൽ സ്വാധീനിക്കുക, പരസ്യത്തിലൂടെയാണെങ്കിലും ശരി, പ്രചാരണങ്ങളിലൂടെയാണെങ്കിലും ശരി, ട്രെൻഡുകളിലൂടെയാണെങ്കിലും ശരി, വളരെ എളുപ്പം സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ വേടനെ പോലുള്ളവരുടെ തെറിപ്പാട്ടുകൾ അപകടകരമായിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾ പലർക്കും ഉണ്ടാകും. പക്ഷേ അങ്ങനെയല്ല, സംശയിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് താമസിയാതെ വ്യക്തമാകും, അല്ലെങ്കിൽ അനുദിനം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരവസരത്തിൽ വേടൻ്റെ തെറിപ്പാട്ട് ഇഷ്ടമുള്ളവർക്ക് നന്ദഗോവിന്ദം ഭജൻസിനെ ഇഷ്ടപ്പെടില്ല, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ അഭിപ്രായം പറയുന്ന ഇവർ അവരുടെ ഇത്തരത്തിലുള്ള അഭിപ്രായം സ്വന്തം അഭിപ്രായമായിട്ടാണോ പറയുന്നത് എന്ന് കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും ഇത്തരം മാപ്രകളോ അല്ലെങ്കിൽ പ്രസ്റ്റിറ്റ്യൂട്ട്സോ നമ്മുടെ മുൻപിൽ ഇത്തരം അഭിപ്രായങ്ങളുമായി എത്തുന്നത് ഒരു ഗൂഢോദ്ദേശത്തോടു കൂടിയാണ്. കാരണം ഉദാഹരണം പറഞ്ഞാൽ ഈ മാപ്രകളിൽ പലരും കാലാകാലങ്ങളിൽ പഴയടം നമ്പൂതിരിയുടെ പാചകപ്പുരയുടെ അകത്ത് ചെന്ന് അണ്ടാവിൻ്റെ അകത്ത് തലയിട്ട് അതിൻ്റെ അകത്ത് ബീഫില്ലാത്തത് മോശമായിപ്പോയി, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്ന് രോദനം നടത്തുകയും, എന്നാൽ സ്വകാര്യ സംഭാഷണങ്ങളിലോ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ ശുദ്ധ വെജിറ്റേറിയനാണ് കേട്ടോ, നാട്ടുകാർ മുഴുവൻ ബീഫും ഒക്കെ കഴിച്ച് കരളും ഹൃദയവുമൊക്കെ ഉരുകി ചത്തുപോയാലും അതിനുവേണ്ടി ഞാൻ പ്രചാരണം നടത്തും, പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എല്ലാവരും ശുദ്ധ വെജിറ്റേറിയനാണ് എന്ന് പറയുന്ന മൊട്ടത്തലയന്മാരെ നാം കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫാണ് പ്രധാന വിഷയം ഇവിടെ എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. വിഷുവിനും ഓണത്തിനുമൊക്കെ അമ്പലങ്ങളിൽ പോയി മടങ്ങി വരുന്ന സ്ത്രീകളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇന്ന് രാവിലെ വീട്ടിലെന്താണ് ബീഫാണോ എന്ന് ചോദിക്കുന്ന മാപ്രകളെയും നാം കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ സ്വന്തം അഭിപ്രായമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതെല്ലാം ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്ന ചില ആശയങ്ങളുടെ പിന്തുണയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കുവാനുള്ള പ്രബുദ്ധത മലയാളിക്കുണ്ട് എന്നാണ് മലയാളി സ്വയം ഭാവിക്കുന്നത്. ഉണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ നന്ദഗോവിന്ദം ഭജൻസിനെ എതിർക്കുന്നതും ഈ ബീഫിനെ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി പ്രചരിപ്പിക്കുന്നതും, ബീഫ് മോശമാണെന്നോ നല്ലതാണെന്നോ എന്നുള്ളൊരു വിവാദത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്. ഞാൻ ശുദ്ധ ശാകാഹാരിയാണ്, അതായത് സസ്യഭുക്കാണ്. അങ്ങനെയുള്ള എനിക്ക് മറ്റൊരു ആഹാര വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ആഹാരശാഖയെ വിമർശിക്കേണ്ട കാര്യമില്ല, ഞാനതിനെതിരാണ്. ആ അഭിപ്രായം അതിനെ സംബന്ധിച്ചൊരു സംവാദവേദിയിൽ പ്രകടിപ്പിക്കാം. പക്ഷേ ഇവിടെ അതല്ല വിഷയം. തിരിച്ച് ഈ മാപ്രകളുടെ ഗൂഢലക്ഷ്യമാണ്
എനിക്ക് നിങ്ങളോട് എൻ്റെ ആഹാരക്രമത്തെക്കുറിച്ച് സംവദിക്കുന്ന ഒരു അവസരം കൈവന്നാൽ ഞാനത് പറയും. പക്ഷേ അതിൻ്റെ പിന്നിലൊരു ഗൂഢലക്ഷ്യം വെച്ചാണ് ഞാനത് പറയുന്നത്. കാരണം ശരിയാണ്, ആഹാരത്തെ സംബന്ധിച്ച് ലക്ഷ്യങ്ങൾ വെച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ഹലാൽ എന്ന ഒരു ഭക്ഷണക്രമത്തെ, ഒരു ഭക്ഷണ രീതിയെ ഞാൻ ശക്തമായി എതിർക്കാറുണ്ട്. പക്ഷേ ഹലാലിനെ ഞാൻ എതിർക്കുന്നു, അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ നന്ദഗോവിന്ദം ഭജൻസിനെ എതിർക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിനെ എതിർക്കുന്നത് ഭക്തി വളരുന്നത് കൊണ്ടാണ്. ഭക്തിക്ക് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം ഇവർ പറയുന്നില്ല. അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനമോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഭക്തി കൂടുതൽ വളരുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമോ എന്നുള്ളത് ഒരു സ്വാഭാവിക ചോദ്യമായി ഉയരുമ്പോൾ അവർ നേരെ RSSലേക്ക് ചാടും. അതിൻ്റെ ഭക്തി വളർന്നാൽ RSS വളരില്ലേ? ഭക്തി കൊണ്ട് ഏതെങ്കിലും ഒരു സംഘടന വളരുകയാണെങ്കിൽ അത് സമൂഹത്തിന് നല്ല കാര്യമല്ലേ? കാരണം ലോകത്ത് ഇന്നേ വരെ ഭക്തി കൊണ്ട്, ഞാൻ പറയുന്നത് അന്ധഭക്തിയല്ല, അന്ധഭക്തി എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ഞാൻ പോയി പൊട്ടിത്തെറിച്ച് 10 പേരെ കൊന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ ദൈവം എനിക്ക് അപ്സരസുകളെയും അല്ലെങ്കിൽ സുന്ദരികളെയും മദ്യപ്പുഴയും ഒക്കെ തരുമെന്ന് പറയുന്നതാണ് അന്ധഭക്തി എന്ന് ഞാൻ കരുതുന്നു. യഥാർത്ഥ ഭക്തിയിൽ ദൈവത്തിൽ വിശ്വസിച്ച് സമാധാനമായി ജീവിക്കുന്ന ഒരു സമൂഹം ഉരുത്തിരിഞ്ഞു വന്നാൽ അത് നല്ലതല്ലേ? ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ വളരുന്നൊരു സംഘടന രാജ്യത്തുണ്ടെങ്കിൽ അത് രാജ്യത്തിന് നല്ലതല്ലേ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇവർക്ക് ഉത്തരമില്ല. പക്ഷേ ഭക്തി കൊണ്ട് RSS വളരാൻ പാടില്ല. ശരി, RSSനെ നിങ്ങൾ എതിർത്തോളൂ. നന്ദഗോവിന്ദം ഭജൻസ് എവിടെയെങ്കിലും RSSനെ നിങ്ങൾ പിന്തുണയ്ക്കണം അല്ലെങ്കിൽ BJPയെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ RSSനെയോ BJPയോ അല്ല ഭയപ്പെടുന്നത്. ഈ ഭക്തി ഒരു വികാരമായി സമൂഹത്തിൻ്റെ ഇടയിൽ വളർന്നാൽ ജാതി, മറ്റ് പല വിവേചനങ്ങൾ, ഇവയുടെയൊക്കെ വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും സൃഷ്ടിച്ച് ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സമൂഹം ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നിക്കുന്നത് അപകടകരമാണ്. ആർക്ക്? ഈ വേടൻ്റെ തെറിപ്പാട്ടുകൾ ഇഷ്ടപ്പെട്ട് അവയിലൂടെ കൂടി, മറ്റ് പല മാർഗങ്ങളുമുണ്ട്, വേടൻ്റെ തെറിപ്പാട്ട് അവയിൽ ഒരു മാർഗമാണ്, സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിച്ച് തങ്ങളുടെ കാര്യങ്ങൾ നടത്തുവാൻ തയ്യാറായി നിൽക്കുന്നൊരു കൂട്ടരുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി, ജിഹാദികളായാലും ശരി. അവരുടെ പിണിയാളുകളായി അവരുടെ ഗൂഢലക്ഷ്യങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരം മാപ്രകൾ, പ്രസ്റ്റിറ്റ്യൂട്ടുകൾ, മൊട്ടകൾ, മോഹനന്മാർ ഇവരൊക്കെ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. പറയുവാനേ നമുക്ക് സാധിക്കൂ. തിരിച്ചറിയേണ്ടതും ഒരു കാര്യം കൂടി പറയാം, തിരിച്ചറിവിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായെന്ന് വരും, പക്ഷെ മനസ്സിലാവുന്നതും തിരിച്ചറിയുന്നതും രണ്ടും രണ്ടാണ്. നോയിങ് ആൻഡ് റിയലൈസിങ് ആർ 2 ഡിഫറെൻറ്റ് തിങ്സ് എന്ന് പറയും. മനസ്സിലാക്കിയാലും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടം നമ്മുടെ മൂക്കിൻ്റെ തുമ്പിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ മൂക്കിൻ്റെ തുമ്പിൽ നിന്ന് അത് പടർന്നു പിടിക്കുവാൻ പോകുന്നത് നമ്മുടെ വരും തലമുറയിലേക്കാണ്. ആ ഒരു അപകടത്തിന് വഴിവെച്ച് നൽകുന്നത് നമ്മളാണ്. കാരണം ഇത്തരം മാപ്രകൾക്ക്, പ്രസ്റ്റിറ്റ്യൂട്ടുകൾക്ക് പ്രചാരം നൽകുന്നത്, അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നൽകുന്നത്, അവരെ ഒരു സ്റ്റാറാക്കി വളർത്തുന്നത് പ്രേക്ഷകരായ ഞാനും നിങ്ങളുമൊക്കെ തന്നെയാണ്. എന്താണ് വേണ്ടത്, എങ്ങോട്ടാണ് കേരളം പോകേണ്ടത് എന്ന് തീരുമാനിക്കുവാനുള്ള ശക്തി കുറച്ച് കാലം കൂടിയെങ്കിലും നമ്മുടെ കയ്യിൽ അല്പമെങ്കിലും ബാക്കിയുണ്ടാകും. അതുപയോഗിച്ചാൽ നല്ലത്, ഇല്ലെങ്കിൽ രാം ജാനെ. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.